അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആദ്യമായി നമ്മുടെ റെസിഡൻഷ്യൽ സ്കൂൾ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ തുടക്കം കുറിച്ച ഈ മലബാർ ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ ഇങ്ങനൊരു ഡെവലപ്മെൻറ്റിന് പിന്നിൽ പ്രവർത്തിക്കുന്ന മാനേജ്മെൻറ്റിനും മലബാർ ഇൻ്റർനാഷണൽ സ്കൂളിനും എൻ്റെയും ടാക്സ് ടെക് കോർപ്പറേറ്റ് സൊല്യൂഷൻ ആൻഡ് അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ അക്കാദമിയുടെയും ആശംസകൾ ഞാൻ ആദ്യമായി അറിയിക്കുകയാണ്. പിന്നെ ഇന്നിവിടെ ലോഞ്ച് ചെയ്ത അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ കോഴ്സ് വിത്ത് AI, അതിനെക്കുറിച്ച് രക്ഷിതാക്കൾക്കും സ്റ്റുഡൻസിനും ചെറിയൊരു എന്താണ് നമ്മളതിലൂടെ സ്റ്റുഡൻസിന് ഉദ്ദേശിക്കുന്നതെന്ന് കുറച്ച് മുന്നേ ഉസ്താദ് അബ്ദുൽ സമദ് പൂക്കോട്ടൂർ സാഹിബ് സർ പറഞ്ഞതുപോലെ ആദ്യമായി അറിയിക്കേണ്ടത് രക്ഷിതാക്കളെയാണ്. ഇങ്ങനൊരു പ്ലാൻ നമ്മൾ കൊണ്ടുവരുമ്പോൾ പഠിച്ചു വരുന്ന ഈ കുട്ടികളുടെ ഇടയിലേക്ക് പുതിയൊരു കോഴ്സ് ആഡ് ഓൺ ചെയ്യുമ്പോൾ അവരുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസപരമായ മുന്നോട്ട് പോക്കിന് അതിലൊരു തടസ്സമല്ല എന്നുള്ളത് നിങ്ങളെ അറിയിക്കൽ ഞങ്ങളുടെ ബാധ്യതയാണ്. മാത്രമല്ല, അവർ ചെയ്യുന്ന ഈ ഒരു കോഴ്സിലൂടെ AI കോഴ്സിൻ്റെ സവിശേഷതകളും മറ്റും പറയുന്നതിന് മുന്നേ അതിൻ്റെ സാധ്യതകളെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരൽ ഞങ്ങളൊരു ആവശ്യമാണല്ലോ. നിരന്തരം ഡെവലപ്പായിക്കൊണ്ട് വരുന്നൊരു സംഭവമാണ് AI എന്നുള്ളത്. AI ഉപയോഗപ്പെടുത്താത്ത കമ്പനികളോ സ്ഥാപനങ്ങളോ ഒന്നും ഇല്ല എന്ന് തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ കഴിയും. മാത്രമല്ല, AI എന്ന ആ ഒരു രംഗത്ത് സ്റ്റുഡൻസ് ഇപ്പോൾ അതിലേക്ക് ഇറങ്ങി തിരിച്ച ഈ ഒരു സാഹചര്യത്തിൽ ചെറിയ ക്ലാസ്സുകൾ UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ വരെ അവരെക്കാൾ മുതിർന്ന ആളുകൾക്ക് AI ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് വരെ അത് ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു മേഖല തുറന്നു വരുമ്പോൾ അതിൻ്റെ സാധ്യതകൾ എന്താണെന്നുള്ളത് ആദ്യം രക്ഷിതാക്കൾ മനസ്സിലാക്കണം. ഈ ഒരു കോഴ്സ് ചെയ്യുന്നതിന് വേണ്ടി അവരെ ഇൻട്രസ്റ്റഡ് ആക്കുക എന്നുള്ളത് ഞങ്ങളെക്കാൾ കൂടുതൽ ഒരുപക്ഷെ രക്ഷിതാക്കളുടെ ആവശ്യമാണ്. കാരണം ഈ പറയുന്ന ടീച്ചേഴ്സിനായാലും ഞങ്ങൾക്കായാലും അവരെ ഇതിലേക്ക് കൊണ്ടുവരുന്നതിന് അവർക്ക് ആദ്യം താല്പര്യം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. ഒരു ക്ലാസ്സിലൊരു 10 വിഷയം പഠിക്കുന്ന 10 സബ്ജക്റ്റിൽ ഒരു കുട്ടിക്ക് ഒരു സബ്ജക്റ്റിൽ മാത്രം ഒരു നല്ല മാർക്കുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിക്ക് ആ വിഷയത്തോട് പ്രത്യേക താല്പര്യമുണ്ട് എന്നുള്ളതാണ്. ആദ്യം ഈ മലബാർ സ്കൂളിലാവട്ടെ എല്ലാ സ്ഥാപനങ്ങളിലും ടീച്ചേഴ്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവരിലേക്ക് ആ താല്പര്യത്തെ ആദ്യം കൊണ്ടുവരിക എന്നുള്ളതാണ്. താല്പര്യമില്ലാത്ത ഒരാളിലേക്ക് നമ്മൾ എത്ര വലിയ ടീച്ചിങ് നൽകിയിട്ടും കാര്യമില്ല, അയാൾക്ക് അതിൽ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവരെ അതിലേക്ക് കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ AI എന്ന ആ ഒരു മേഖലയിലുള്ള എല്ലാ സാധ്യതകളെയും ആദ്യം രക്ഷിതാക്കൾക്ക് ഞാൻ വളരെ ചുരുക്കത്തിൽ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ, ഒരു സ്ഥാപനത്തിൽ 10 വർക്കേഴ്സ് ഉണ്ടെങ്കിൽ ഇന്ന് AI ഉപയോഗിക്കുന്നതിലൂടെ ആ 10 വർക്കേഴ്സിനെ അവർ ചുരുക്കി 4 or 5 ആളുകൾ വെച്ച് അത്രയും ആളുകൾ ചെയ്യേണ്ട ആ ഒരു പ്രവർത്തനം AIയിലൂടെ അവരെന്ത് ചെയ്യും, സാധിപ്പിച്ചെടുക്കും. അപ്പോഴും അവിടെ സാധ്യതകൾ അത് അറിയുന്ന AIയുടെ ഫീച്ചേഴ്സും മറ്റും അറിയുന്ന ഒരാൾ അവിടെ ആവശ്യമാണ് എന്നുള്ളതൊരു സാധ്യതയാണ്. ആ സാധ്യതകളിലേക്ക് ഒരുപാട് ആളുകൾ എത്തിച്ചെല്ലുന്നതിന് മുന്നേ നമ്മുടെ കുട്ടികളെ അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് നമ്മളൊരു ബാധ്യതയാണ്. ഏത് സ്ഥാപനത്തിലേക്ക് പോകുമ്പോഴും ഒരു ഓഫീസ് വർക്ക് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ MS Excel, മൈക്രോസോഫ്റ്റ് എക്സൽ ഇതിലൂടെ നമ്മൾ നൽകുന്നുണ്ട്. ഒരു ഓഫീസ് വർക്ക് ചെയ്യാൻ, അതല്ലെങ്കിൽ അവർക്ക് ഒരു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട വർക്കിന് വളരെ കോൺഫിഡൻ്റായിട്ട് ഇത് ഞങ്ങൾക്ക് ചെയ്തു തരാൻ കഴിയുമെന്ന് പറയുന്ന രീതിയിൽ ഇപ്പോഴേ ഇവരെ പ്രാപ്തരാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു ഡിഗ്രി ലെവലിലേക്ക് പഠനം നടത്തുമ്പോൾ BCom BBA ഒക്കെ കഴിഞ്ഞ സ്റ്റുഡൻസ് ഇനി വരുമ്പോൾ ഈ സ്ഥാപനത്തിലല്ല മറ്റൊരു സ്ഥാപനത്തിലായാലും അവർ ആ രീതിയിലേക്കുള്ള ട്രെയിനിങ് കഴിഞ്ഞ് വരുമ്പോൾ ഈ കുട്ടികൾ സ്വാഭാവികമായിട്ടും താഴോട്ട് പോകുന്ന ഒരവസ്ഥ വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇവരുടെ ഈ ഒരു പഠനത്തോടു കൂടി തന്നെ AI ഫീച്ചറുകളും MS Excelൻ്റെ എല്ലാം ഒരു ട്രെയിനിങ്, അതിനോടൊരു ബന്ധം, ഒരു ടച്ച് ഇപ്പം തന്നെ അവർക്ക് വരുത്തി കൊടുക്കുക എന്ന് ഉള്ളത് നമ്മുടെ ഒരു ദൗത്യമായി ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളെ ഇതിനുവേണ്ടി ഏൽപ്പിച്ച ഈ മാനേജ്മെൻറ്റിനോട് പൂർണ്ണമായ ആ ഒരു ബാധ്യതാബോധത്തോടു കൂടി ഇത് ഇവരിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇനി നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അവർക്ക് വേണ്ടതായ ആ ഒരു സപ്പോർട്ട് കൊടുത്തുകൊണ്ട്
ഇതിലേക്ക് അവരെ ജോയിൻ ചെയ്യിപ്പിക്കുക. മറ്റു എല്ലാ രീതിയിലും അവർക്ക് ഇപ്പോൾ കുറച്ച് മുന്നേ ഇവിടെ വന്ന് ഒരുപാട് കുട്ടികൾ അവാർഡുകളും മറ്റ് സ്കൂളിൻ്റെ അഭിമാനമായി മാറിയ പല നിമിഷങ്ങളും നമ്മളിവിടെ കണ്ടു. അതുപോലെ മറ്റ് ഒരുപാട് കുട്ടികളെ ഞങ്ങൾക്ക് എത്തിക്കാൻ കഴിയുമെന്നൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾ ഇൻഷാ അല്ലാഹ് ഇവിടെ അതിന് തുടക്കം കുറിക്കുകയാണ്. മറ്റെല്ലാ രീതിയിലുമുള്ള സപ്പോർട്ടുകൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ടാക്സ് ടെക്കിൻ്റെ പേരിലും അക്കൗണ്ട്സ് ടെക്കിൻ്റെ പേരിലും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്. Elevate 25 Malabar Silver Jubilee Celebrations, second day.